ഹലോ ഗൈസ്, ഞാൻ ഇവിടെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് iQOO 13 വേഴ്സസ് OnePlus 30. രണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആണ് വന്നേക്കുന്നത്. വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ഒരു ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ്. നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് iQOO 13 വരുമ്പോൾ നമുക്കൊരു BMW എഡിഷൻ ആണ് ബാക്കിൽ വരുന്ന ബ്ലാക്ക്. ഒരു ഫ്രോസൺ ഗ്ലാസ് അല്ല, ഒരു ട്രാൻസ്പി ഗ്ലാസ് ആണ് വരുന്നത്. അത്യാവശ്യം ഡിസൈൻ നല്ലതാണ്. പക്ഷെ അവിടെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റിംഗ് ലൈറ്റ് മോഡുകൾ മാറ്റിയൊക്കെ യൂസ് ചെയ്യാം. ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻ. നമുക്ക് OnePlus 30 ഡിസൈൻ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു വീഗൻ ലെതർ ആണ് വരുന്നത്. ബാക്കിൽ ഒരു ബ്ലൂ കളറിൽ വീഗൻ ലെതറും പിന്നെ മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. നല്ലൊരു ഡിസൈൻ ആണ്. കാരണം എനിക്ക് iQOO 13 വേഴ്സസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയംനെസ് OnePlus 13 എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി, നമുക്ക് രണ്ടും നല്ലതാണെങ്കിൽ യുണീക്നെസ് എനിക്ക് OnePlus 13 എനിക്ക് തോന്നി. കാരണം മറ്റേത് കഴിഞ്ഞ വർഷത്തെ ഡിസൈൻ തന്നെയാണെങ്കിലും റിംഗ് ലൈറ്റിന്റെ ഒരു മാറ്റങ്ങളേ ഉള്ളൂ അവിടെ വന്നിട്ടുള്ള ഒരു മാറ്റം. അപ്പൊ ഞാൻ ഈ ഡിസൈനിൽ ഞാൻ OnePlus 13 തന്നെയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. കാരണം എൻ്റെ പെർസ്പെക്റ്റീവ്, നിങ്ങൾക്കത് മാറാം. നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlus 13 വന്നൊരു മിനി ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഒരു 2.5K റെസൊല്യൂഷൻ്റെ ഒരു ഡോൾബി വിഷൻ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കളർ ഗ്രേഡിംഗ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. 6000 നിക്സിന്റെ ബ്രൈറ്റ്നസ് മാക്സിമം 1800 നിക്സ് വരെ നമുക്ക് നോർമൽ യൂസേജിൽ കിട്ടും. HDR-ലാണ് ഈ 6000 നിക്സ് ബ്രൈറ്റ്നസ്. iQOO 13 വരുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 2.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് LTPO പാനലാണ് വന്നേക്കുന്നത്. 6000 നിക്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. നമുക്കൊരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് നമുക്ക് 6000 നിക്സ് കിട്ടും HDR-ൽ. എല്ലാ സമയത്തും ഒരു 1800 നിക്സ് വരെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആണ്, രണ്ടും ബ്രൈറ്റർ ആണ്. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് ഇവിടെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ച് പൊടിക്ക് കളർ ഗ്രേഡിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് OnePlus-ൽ തോന്നി. ഡിസ്പ്ലേയിൽ രണ്ട് ഈക്വൽ ആണെങ്കിലും കുറച്ചുകൂടെ കളർ ഗ്രേഡിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് OnePlus-ലാണ്. രണ്ട് ഈക്വലി ഗുഡാണ്. നമ്മളതൊന്നും അറിയാൻ പോകുന്നില്ല. രണ്ടും കമ്പാരിസൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പൊടിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ OnePlus-ലെ ഡിസ്പ്ലേ ഒരു അഡ്വാൻറ്റേജ് പ്രൊജക്ട് സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ റീപ്ലേസ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം OnePlus ഫോണുകൾ. കാരണം മറ്റുള്ള ഒരു ഫോണും പറയുന്നില്ല ഇത് വന്നാൽ അത് റീപ്ലേസ് ചെയ്ത് തന്നിരിക്കും. ഗ്രീൻ ലൈൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ ഒരിക്കലും പൊട്ടിയോ ക്രാക്കോ ഡിസ്പ്ലേ ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മാറ്റി തരത്തില്ല. അത് ഗ്രീൻ ലൈൻ മാത്രമായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും വീണ് കഴിഞ്ഞിട്ടാ പിന്നെ ഗ്രീൻ ലൈൻ വരുന്നെങ്കിൽ അതിന് കിട്ടത്തില്ല റീപ്ലേസ്മെന്റ്. അടുത്ത നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ നോക്കുവാണെങ്കിൽ OnePlus 13 വരുമ്പോൾ നമുക്ക് 50 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. അത് ഒരു പെലിസ്കോപ്പിക് ലെൻസ് ഉണ്ട്, ഒരു 50 മെഗാപിക്സൽ, പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. ഇങ്ങനെ 3 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് വരുന്ന ഒരു 32 മെഗാപിക്സൽ ക്യാമറ. റിയലിൽ നമുക്ക് 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K 60 FPS ഷൂട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ 4K 60 FPS ഷൂട്ട് ചെയ്യാം. പക്ഷെ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് വന്നേക്കുന്നത്. ഞാൻ iQOO 13 നോക്കുക. iQOO 13 വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ട്രിപ്പിൾ ക്യാമറയാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു പെലിസ്കോപ്പിക് ലെൻസും വന്നിട്ടുണ്ട്. മാക്രോ സെൻസറായിട്ട് 50 മെഗാപിക്സൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടിലും അത് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ 32 മെഗാപിക്സലാണ് അവിടെയും വരുന്നത്. അവിടെയും നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും iQOO 13. റിയലിൽ നമുക്ക് 8K 30 FPS തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടിലും ഈക്വലി ഗുഡ് ക്യാമറാസ് ആണ് വന്നേക്കുന്നതെങ്കിൽ ഒരു പൊട്ടിക്ക് ഹസാൽ ബ്ലാഡ് ഇവിടെ കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട് ഡീറ്റെയിലിംഗിൽ. കാരണം ഇവിടെ ഒരു ഗുണമുണ്ട് OnePlus 13. കാരണം സൂം ചെയ്യുമ്പോൾ ഒരു AI സൂമിങ് ടെക്നോളജി അവിടെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് AI അൽഗോരിതം വെച്ച് ഒരു 30x 60x സൂം ചെയ്താൽ പോലും ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രെയിൻസോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് OnePlus 13 വരുമ്പോൾ. പിന്നെ നമുക്ക് കളർ ഗ്രേഡിങ്ങും HDR പെർഫോമൻസും എല്ലാം നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് OnePlus 13 എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. സ്വിച്ചിങ് ആയാലും ഇപ്പോൾ ഒരു ക്യാമറയിൽ നിന്ന് വേറെ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ പോലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് OnePlus 13 എനിക്ക് തോന്നുന്നു. iQOO 13 ഒട്ടും മോശമെന്നല്ല പറയുന്ന V2 ചിപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമേജിംഗ് പ്രോസസ്സിംഗ് ഒക്കെ ബെറ്റർ ആണ്. പക്ഷെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വീഡിയോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഒരു പൊട്ടിക്ക് മുന്നിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയും സെയിം ആണ് രണ്ടിലും. ഒരു പൊട്ടിക്ക് HDRs ഒക്കെ നിൽക്കുന്ന നമുക്ക് OnePlus 13 ആണ് നിൽക്കുന്നത്. ഞാൻ നോക്കി എൻ്റെ റോ ഫോട്ടേജ് കണ്ടതിലുള്ള ഡിഫറൻസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ റോ ഫോട്ടേജ് ഫയൽ കണ്ടു. അപ്പോൾ അതിന് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ വീഡിയോഗ്രാഫിയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. OnePlus 13 നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ചാൽ ഡോൾബി വിഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഓഡിയോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതൊരു 8K നമുക്ക് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിലെ ക്യാമറ നോക്കുവാണെങ്കിലും OnePlus ആണ് കുറച്ചുകൂടെ ബെറ്റർ.
എനിക്ക് തോന്നിയിട്ട്. കാരണം 4K 60 ആയാലും ഒരു സ്റ്റെബിലൈസേഷനും ഉണ്ട്, രണ്ടിലും ഉണ്ട് സ്റ്റെബിലൈസേഷൻ എങ്കിൽ ഒരു പൊട്ടിക്ക് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഞാൻ ഈക്വലി രണ്ടും പറയുന്നുണ്ടെങ്കിൽ ഒരു പൊട്ടിക്ക് ഡീറ്റെയിലിംഗ് കൂടുതലും നമുക്ക് OnePlus 13 കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഞാൻ OnePlus 13 ബെറ്ററായിട്ട് പറയാം. അടുത്ത നമുക്ക് പ്രോസസ്സറിലോട്ട് കിടക്കാം. അപ്പോൾ പ്രോസസ്സർ വരുമ്പോഴത്തേക്കും നമുക്ക് OnePlus രണ്ടിൽ ഈക്വൽ പ്രോസസ്സറാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സേഴ്സാണ്. നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുവാണെങ്കിൽ രണ്ടിലും സെയിം ആണ്. പിന്നെ iQ30 ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് UFS 4.1 ആണ് യൂസ് ചെയ്തേക്കുന്നത്, ലേറ്റസ്റ്റ് സാധനമാണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേത് ലേറ്റസ്റ്റ് തന്നെയാണെങ്കിൽ ഒരു പൊട്ടിക്ക് മുന്നേ. പിന്നെ DDR-ൻ്റെ 5X റാമാണ് വന്നേക്കുന്നത്, DDR-ൻ്റെ 5.1 റാമാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു പൊട്ടിക്ക് ഒരു MEP/s 6000 MEP/s കുറച്ചൊരു ബെറ്റർ ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് iQ13 ആണ്. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് OnePlus 13 ആണ് പറയാൻ സാധിക്കും. കാരണം അതിൻ്റെ മെയിൻ ഘടകം അതിൻ്റെ ഓക്സിജൻ OS ആണ്. കാരണം ഓക്സിജൻ OS ഭയങ്കര സ്മൂത്താണ്. കാരണം ഒരു ആപ്പ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് അടുത്ത ആപ്പ് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഭയങ്കര ഒരു ഡേ ടു ഡേ ലൈഫിൽ OS വെച്ച് നോക്കുമ്പോൾ നമ്മൾ OnePlus 13 is a pretty good phone. നോർമൽ യൂസേജിലും എല്ലാം നോക്കുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ആയാലും OnePlus 13 ആണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു ഗെയിമിങ്ങിൻ്റെ പ്രയോറിറ്റി നോക്കുവാണെങ്കിൽ കൺസിസ്റ്റൻസി, സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് iQ13 ആണ്. അതൊരു IQ ഫോക്കസ്ഡ്, ഒരു ഗെയിമിംഗ് ഫോക്കസ്ഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഓൾ റൗണ്ടറാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് OnePlus 13 എടുക്കാം. കാരണം പെർഫോമൻസ് ഓൾ റൗണ്ടറാണ്. കാരണം കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള OS ആണ്. അതുകൊണ്ടാണ് ആ ഇൻ്റർഫേസ് ഇത്രയും ബെറ്റർ ആയതുകൊണ്ട് പെർഫോമൻസ് അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത നോക്കാവുന്ന സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ നോക്കുവാണെങ്കിൽ രണ്ടിലും 4 years ഓഫ് അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. രണ്ടിലും 4 വർഷത്തെ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ്വെയറിൽ ഞാൻ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. ഓക്സിജൻ OS കുറച്ചുകൂടെ ആർട്സ് ഫ്രീ ആണ്. ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളും എല്ലാം കൂടുതൽ നമുക്ക് OnePlus 13 കാരണം ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ നമുക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ OS-ൽ ഞാൻ OnePlus 13 കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിൽ 6000 mAh ബാറ്ററി, 100 വാൾട്ടിൻ്റെ ചാർജറാണ് OnePlus 13 കൊടുത്തേക്കുന്നത്. iQ30 120 വാൾട്ടിൻ്റെ ചാർജറുണ്ട്. പിന്നെ OnePlus 13 ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ബാറ്ററിയിൽ ഞാൻ രണ്ടിൽ ഈക്വലി ഗുഡേ പറയുന്നുള്ളൂ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ വയർലെസ് ചാർജ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടും IP68 69 റേറ്റിംഗ് ആണ്. USB 3.2 ആണ് രണ്ടും വരുന്നത്. അതുകൊണ്ട് നല്ല ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡും എല്ലാം കാര്യങ്ങളും നമുക്ക് കിട്ടും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഞാൻ സ്പെക്സ് വെച്ച് പറയുവാണ്. കാരണം ഡോൾബി വിഷനും പിന്നെ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് പറയുമ്പോഴും ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസും ഉണ്ടോണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് നമുക്ക് OnePlus 13 കുറച്ചുകൂടെ സൗണ്ട് കിട്ടുന്നുണ്ട്. രണ്ടും ഈക്വലി ഗുഡാണ്. നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്ക് ഇനി പ്രൈസിങ് നോക്കാം. രണ്ടിലും പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ 54,999 ആണ് നമുക്ക് iQ13 വരുന്നത്. 70,000 rupees ആണ് നമുക്ക് OnePlus 13 വരുമ്പോൾ. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ പ്രൈസിൽ വാല്യൂ ഫോർ മണി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 55,000 ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ് iQ13. പക്ഷേ നമുക്ക് 70,000 നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഒരു ഓൾ റൗണ്ടർ ഫോൺ എന്നൊരു കാറ്റഗറിയിൽ നമുക്ക് OnePlus 13 പറയാം. കാരണം എല്ലാം കൊണ്ടും ഒരു ബ്രെഡി ഗുഡ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പിൽ എന്തൊക്കെയാണ് വേണ്ട അത്രയും കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് വരെ വരുന്നില്ല. നമ്മൾ ക്യാമറയൊക്കെ ഹൈലി പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. അതൊക്കെ ഐഫോണും സാംസങ്ങും തന്നെയാണ് ടോപ്പ് ഓഫ് ദി ലൈൻ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു 4-1 പൈസ വരുന്നുള്ളൂ. 1 lakhൻ്റെ ഫോണുമായിട്ട് കമ്പാരിസൺ ചെയ്താൽ പോലും പിടിച്ച് നിൽക്കുന്ന ഫോണുകളാണ് ഇത് രണ്ടും. കാരണം കട്ടയ്ക്ക് നിൽക്കും. അങ്ങനെ മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. എല്ലാം അതിൻ്റെ പരിമിതികൾ വെച്ചിട്ട് ആ ഒരു പ്രൈസിന് ഇത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലാഗ്ഷിപ്പ് 1 lakhന് മണ്ടക്കോട്ടുള്ള ഫോണുമായിട്ട് വിവോയുടെ X200 വെച്ച് കമ്പാരിസൺ ചെയ്താലും ക്യാമറയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിവോ X200 നിൽക്കും. അല്ലാത്ത പക്ഷം OnePlus തന്നെയാണ് ബാക്കി പെർഫോമൻസ് ആയാലും OS ബേസ് ചെയ്തായാലും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ വിന്നറായിട്ട് പറയുന്നത് OnePlus 13 ആണ്. പക്ഷെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം 69,000 ഒരു 70,000 rupees ആണ് നമുക്ക് OnePlus 13 വരുമ്പോൾ. കാരണം നമുക്കൊരു 54,000 നമുക്ക് iQ13 അതിൻ്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈസ് ഒരു കൺസേൺ ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് iQ13 ഞാൻ റെക്കമെൻഡ് ചെയ്യും. പ്രൈസ് ഒരു കൺസേൺ ആയിട്ട് നോക്കുന്നില്ലെങ്കിൽ OnePlus 13 കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ഇടാമെങ്കിൽ വേറെയും കുറേ ഫോൺസുകൾ ഇനി വരും. നമുക്ക് S25 സീരീസുകൾ ഇനി ഇറങ്ങുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ നോക്കുക. 1 lakhനൊക്കെ നമുക്ക് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം. ബൈ.